ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓപ്പൺ ഏരിയയിൽ നമ്മൾ ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് ഇൻവെർട്ടർ സെക്ഷനിലേക്ക് നമ്മൾ ഇൻവെർട്ടർ വെക്കാൻ വേണ്ടിയിട്ട് എത്ര വയറുകളാണ്, ഏതൊക്കെ വയറുകളാണ്, എത്ര ഗേജിൻ്റെ വയറുകളാണ് വലിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ടെറസിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഏരിയയിൽ നിന്ന് ഏകദേശം 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഒരു ബോക്സ് വെക്കുന്നത്. ആ ബോക്സിൻ്റെ ഇതിൽ നിന്നും സെപ്പറേറ്റ് ലീഡുകൾ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതാണ്. അത് 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 മോഡ്യൂളിൻ്റെ ബോക്സ് നമ്മൾ 2 2 വേസിറ്റും 2 പവർ പ്ലഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട വയർ മെയിനായിട്ട് വരുന്ന വയറുകളൊക്കെ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ടും, അതായത് ഇൻവെർട്ടർ ചാർജ് ആവുന്നതിന് വേണ്ടിയിട്ടും ഇൻവെർട്ടർ ചാർജ് ചെയ്തതിന് ശേഷം ഇൻവെർട്ടറിൻ്റെ ഔട്ട് സെപ്പറേറ്റ്, ഇൻവെർട്ടർ ഔട്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു വയർ, അങ്ങനെ മൊത്തം 4 വയറുകളാണ് ആവശ്യമുള്ളത്. ആദ്യമേ തന്നെ നോക്കുക, ഫേസ്, ന്യൂട്രൽ, എർത്ത്. അത് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് ഫേസ് നമ്മൾ 2.5, ഫേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് റെഡ് വയറാണ് കൊടുത്തിരിക്കുന്നത്. നീല വയർ ന്യൂട്രലായിട്ട് കൊടുത്തു. ഗ്രീൻ വയർ 1.5 ഗ്രീൻ വയർ എർത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2.5 വയറുകൾ തന്നെയാണ് നമ്മൾ എന്ത് വയറാണോ നമ്മൾ കൊണ്ടുവരുന്നത്, അതായത് 1.5 ആണോ നമ്മൾ കൊണ്ടുവരുന്നത്, അതേ വയർ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഔട്ടും പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തരാൻ 2.5ൻ്റെ വയർ കാര്യങ്ങൾ. 2.5ൻ്റെ നീല വയർ കാണുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 2.5 എന്ന് സ്ക്വയർ mm ഏത് വയറാണെങ്കിലും ഇപ്പോൾ വാങ്ങിക്കുന്ന പുതിയ മോഡലുള്ള എല്ലാ വയറുകളിലും അതിൻ്റെ സ്ക്വയർ mm കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2.5 സ്ക്വയർ mm റെഡ് വയർ, അതുപോലെ തന്നെ 2.5 സ്ക്വയർ നീല വയർ. ഈ 2 വയറുകളാണ് നമ്മളിവിടെ ഫേസ് ന്യൂട്രലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എർത്ത് 1.5 ആയാലും മതി നമുക്ക്. പിന്നെ ഔട്ടിന് നമ്മൾ വലിച്ചിരിക്കുന്നത് ആ മഞ്ഞയമേ 3 ടേപ്പ് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഇതേ മാർക്കിങ് തന്നെ ഡി ബിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡി ബി ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിരിക്കും. ഇതാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത്. ഇത് നമ്മൾ 2 വേ സ്വിച്ചും 2 പവർ പ്ലഗ് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അറിയണമെന്ന് താല്പര്യം കമൻറ്റ് ചെയ്ത് നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഈ വരുന്ന സെക്ഷൻ, അതായത് KCBയിൽ നിന്ന് DBയിൽ നിന്ന് വരുന്ന സെക്ഷനും ഇൻവെർട്ടറിൻ്റെ ഔട്ടും തമ്മിൽ ലിങ്കായി പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കണക്ഷൻസാണ് പോകുന്നത്. അതായത് ഇൻവെർട്ടർ ചാർജ് ആവുന്നു, KCBയിൽ നിന്ന് വരുന്ന ചാർജ് ആവുന്നു, അതേസമയം തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ടിലേക്ക് സപ്ലൈ പോകുന്നു. കറണ്ട് പോകുന്ന സമയത്ത്, KCB പോകുന്ന സമയത്ത്, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മഞ്ഞ വയറിലൂടെ, മഞ്ഞയിൽ നമ്മൾ അടിച്ചിരിക്കുന്ന കണ്ട നിങ്ങൾക്ക് ഇൻവെർട്ടർ ഔട്ട്, അതിലൂടെ നേരെ DBയിലേക്ക് ചെന്ന് എല്ലാ സെക്ഷനിലേക്ക്, എല്ലാ ഇൻവെർട്ടറിനും നമ്മൾ സെക്ഷൻ കൊടുത്തിരിക്കുന്നതിലേക്കും ഇൻവെർട്ടറിൻ്റെ സെക്ഷനായിട്ട് ചെല്ലുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓപ്പൺ ടെറസിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ കാരണം കൂടിയുണ്ട് നമ്മുടെ ഇൻവെർട്ടർ വെക്കുന്നത്. കാരണം ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മൾ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇൻവെർട്ടർ കംപ്ലീറ്റ് എല്ലാം സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സോളാർ പാനലിൽ നിന്നും DC വരുന്ന വോൾട്ടേജ്, പാനലിൽ നിന്ന് വരുന്ന DC വോൾട്ടേജ് ഒരുപാട് ലെങ്ത്ത് പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഓപ്പൺ ടെറസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇതിന് തൊട്ട് മുകളിൽ കൂടി വന്നൊരു 3 മീറ്റർ ലെങ്ത്ത് മാത്രമേ നമ്മുടെ പാനൽ വെക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുള്ളൂ. അതെല്ലാം നമ്മൾ സ്റ്റെയറിൻ്റെ താഴേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും ലെങ്ത്തിലേക്ക് DC വോൾട്ടേജ് ചെല്ലുന്ന സമയത്ത് ലോസസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഓപ്പൺ ടെറസിൽ, അതായത് സോളാർ പാനൽ എവിടെ വയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അതിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ ഇൻവെർട്ടർ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.